നീലിമ പറഞ്ഞതും ചെയ്തതും തെറ്റായിരിക്കാം. നിനക്ക് അവളെ തല്ലാനും വഴക്ക് പറയാനും അധികാരമുണ്ട്. പക്ഷേ അതുപോലാണോ വീട് വിട്ട് ഇറക്കി വിടുന്നത്? എന്നിട്ട് എല്ലാം ഉള്ളിൽ ഒതുക്കി വളരെ കാഷ്വലായി വീട്ടിൽ ചെന്ന് കയറുക. അവസാനം നാട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ ഈ വിവരമൊക്കെ അറിയേണ്ടി വരിക. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? എന്റെ ഭാര്യ എന്നെ ധിക്കരിച്ചിറങ്ങി പോകുമ്പോ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൊടുത്ത് ഞാൻ കുട്ടി കൊഴിക്കണം? നാട്ടുകാരുടെ അടുത്ത് വേണ്ട, പക്ഷേ എന്റെ അടുത്ത് പറയാമായിരുന്നില്ലേ? ചേട്ടാ, എന്റെ ഭാര്യ എന്നെ അനുസരിക്കുന്നില്ലെന്ന പരാതിയുമായിട്ട് നിന്റെ അടുത്ത് വരണം. നീ ഭാര്യയുടെയും ഭർത്താവിന്റെയും ലോകത്താണ് ഇപ്പോഴും. ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ലോകത്ത് നിന്നുണ്ടാ. എടാ, പെങ്ങന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയ ശേഷം തുടങ്ങിയ ഒരു ബന്ധമല്ലല്ലോ നമ്മുടെ. അത് തന്നെയാണ് ഞാനും പറയുന്നത്. നിനക്കെന്തുകൊണ്ടാണ് പറഞ്ഞ് മനസ്സിലായിക്കൂടാ? പിന്നെ ഈ ഒരു കാര്യം ഭർത്താവിന്റെ ഭാഷയിൽ സംസാരിക്കാനേ എനിക്ക് സാധിക്കൂ. നിന്റെ ശീലങ്ങളും നിന്റെ കാഴ്ചപ്പാടിലെ ജീവിതവും നീലിമ അതേപടി ഫോളോ ചെയ്യണമെന്നുണ്ടോ? യു ഹാവ് ടു അഡ്ജസ്റ്റ്. അറ്റ്ലീസ്റ്റ് അവൾ ജനിച്ചു വളർന്ന ചുറ്റുപാടുകൾ നീ ഓർക്കണ്ടേ? നോക്കി, ഭർത്താവിനെ നിയന്ത്രിക്കാൻ ഭാര്യയ്ക്ക് അവകാശമുണ്ട്. ഞാനത് അനുവദിക്കുകയും ചെയ്യും. പക്ഷേ ഭരിക്കാൻ വന്ന ഭാര്യയല്ല ആരായാലും ശരി എനിക്കിഷ്ടമല്ല. ഞാൻ അതിനൊട്ട് വഴങ്ങുമില്ല. അതിന് നീ ഒരുമാതിരി പഴഞ്ചൻ രീതി ചിന്തിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമാണിത്. അതെ, ഞാനൊരു പഴഞ്ചൻ നാട്ടുമ്പുറത്തുകാരനാണ്. നിന്നോട് തർക്കിച്ച് ജയിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല. നീ നീലിമയെ വിളിച്ചോണ്ട് വരുന്നില്ലയോ? ഞാൻ പറഞ്ഞിട്ടില്ല അവൾ ഇറങ്ങിപ്പോയത്. എടാ, അവള് ബുദ്ധിയില്ലാത്തൊരു കഴുതയാണെന്ന്. വാശിയാറിച്ച് ഇറങ്ങിപ്പോയപ്പോഴേ നിനക്ക് അവളെ തിരിച്ചു വിളിക്കായിരുന്നില്ലേ? എടാ, പോയിട്ട് ഇത്രയും ദിവസം. ഇത്രയും ദിവസമായിട്ടും ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ലല്ലോ. തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടായിട്ടില്ലല്ലോ. തെറ്റല്ല അവളുടേതും, ശരി മുഴിക്കാൻ നിന്റേതും. ഞാൻ ചെയ്തത് ശരിയാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നത്. നീ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പറയുന്നേക്ക്. നീ ഒന്ന് നീലിമയെ കൂട്ടിക്കൊണ്ടുവാ. സാധ്യമല്ല. ഇതേ നിനക്ക് പറയാനുള്ളൂ എങ്കിൽ ഐ ആം സോറി. നീ വെറുതെ ഒച്ച വെച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. സ്നേഹത്തിന്റെ പുറത്തേക്ക് നീ എന്ത് വേണേ ചെയ്യും. പക്ഷെ അഹങ്കാരം കാണിച്ചാലുണ്ടല്ലോ, ഐ കൻ നെവർ ടോളറേറ്റ് എനിബഡീസ് ഈഗോ. നിന്റെ പുന്നാര ആങ്ങളെ ഉണ്ടല്ലോ, അവന്റെ വിചാരം അവൻ പിടിക്കുന്ന മുയൽ ഏഴ് കൊമ്പെന്നാ. പോക്കൃത്തരം കാണിച്ചതും പോരാ, എന്നിട്ട് നിന്ന് വേദാന്തം തോന്നുക. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അവൻ എന്റെ അളിയനാകൊണ്ടൊന്നുമല്ല, എന്റെ പഴയ കൂട്ടുകാരനായി പോയി. നോക്കൂ സുഖേട്ട, അനിയേട്ടൻ ചെയ്ത് തെറ്റായിക്കോട്ടെ, എന്നാലും നീലിമ ഒരു പെണ്ണല്ലേ, ഇത്രയും വാശി. സാറ് ചേട്ടന്റെ പക്ഷം പിടിക്കായിരിക്കും. അല്ല, എനിക്കൊന്നും കേൾക്കണം പറഞ്ഞില്ലേ? സുഖേട്ട, അനിയേട്ടനോട് പിണങ്ങി നീലിമ നേരെ വീട്ടിലേക്കല്ലേ പോയത്? നമ്മൾ ഈ ടൗണിൽ തന്നെ ഉണ്ടല്ലോ, അവക്ക് ഇങ്ങോട്ട് വരാമായിരുന്നില്ലേ? അവൾ ഇനി ഇവിടെ വരാത്തതിന്റെ കുറ്റമേ ഉള്ളൂ. ഇവിടെ വന്ന് നിന്റെ കാല് പിടിച്ച് നിന്റെ ശുപാർശയുടെ പുറത്ത് അങ്ങനെ ഇപ്പോഴേ എന്റെ പെങ്ങൾക്ക് അവളുടെ നേരെ തിരിച്ചിട്ടുണ്ടാ. സുഖേട്ട, അയ്യോ പതുക്കെ, കുഞ്ഞുണരും. എടി ഒഴിയട്ടെ. എടി, നിന്റെ ചേട്ടന് അത്ര വലിയ കൊമ്പത്തെ ആളാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ. അവന്റെ കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. അതുപോലെ പറഞ്ഞേരെ. എന്താ ഇത്? നീ എന്റെ വാങ്ങിക്കും കേട്ടോ. ഇടി എന്താ വിചാരിച്ചിട്ടാ അവൻ ഇത്ര അഹങ്കാരം കാണിക്കുന്നത്? എന്റെ സ്വഭാവം ഉണ്ടല്ലോ നിന്റെ വീട്ടുകാർ ശരിക്കും അറിയാഞ്ഞിട്ടാ എനിക്ക് ദേഷ്യം വന്നുണ്ടല്ലോ. പിന്നെ മോനെ നോക്കി, അച്ഛന് ദേഷ്യം വരുന്നു. ആണല്ലേ? നിന്നെ പൊയ്ക്കോളാം കേട്ടോ. മഹാമോശമായി പോയി കാര്യങ്ങള്. ചേച്ചേ, 4 ആള് കേട്ടാൽ എനിക്ക് മിസ്റ്റർ കുറുപ്പിനോട് നാണക്കേട്. വിദ്യാഭ്യാസമുള്ള ആളുകള് ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത് കാണുമ്പോഴാ കഷ്ടം തോന്നുന്നു. കഴിഞ്ഞൊക്കെ പോട്ടെ, എങ്ങനെയും നമുക്കിത് സുരമയിലാക്കണം. എങ്ങനെ ഒത്തുതീർപ്പിലെത്തിക്കേണ്ട അത്യാവശ്യമൊന്നും എനിക്കില്ല. എന്ന് വെച്ചാ എന്റെ മോള് സമസ്താപരാധവും പറഞ്ഞ് ഇയാളുടെ കാൽക്കൽ വന്ന് വേണമെങ്കിൽ സ്വീകരിക്കാമെന്ന്, അതല്ലേ ഇയാൾ പറഞ്ഞതിന്റെ അർത്ഥം? അതെ. ഒട്ടും മനസ്സുണ്ടായിട്ടല്ല. പിന്നെ നിങ്ങൾ വന്ന് വിളിച്ചത് കൊണ്ടാ എങ്ങനെയെങ്കിലും ഒതുങ്ങി തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെ എന്ന് കരുതി ഞാൻ വന്നത്. ഇപ്പൊ ഇതാ നിങ്ങളുടെ പ്രസൻസിൽ വെച്ച് നിങ്ങളുടെ മകൻ പറയുന്ന ധിക്കാരം കേട്ടില്ലേ? ഇനി ഏതായാലും ഞാനില്ല. എല്ലാം വിധി പോലെ വരട്ടെ. അല്ല, എന്ന് പറയട്ടെ. വേണ്ട, ഒന്നും പറയണ്ട. എടാ അനി, പിന്നെ ഞാൻ എന്ത് വേണമെന്ന് അച്ഛൻ പറയുന്നത്? പെൺവീട്ടുകാരുടെ താളത്തിനൊത്ത് തുള്ളി ഞാൻ അവിടെ പോയി അവളെ വിളിച്ചോണ്ട് വരണോ? എനിക്ക് പറ്റിയല്ല. സുജയ്, സുജയ്, അവിടെ ഉണ്ട്. സുജയ്, വേഗം പുറപ്പെട്ടെ. സുഖേട്ടനെന്താ ഇത്ര വൈകിയത്? ഞാൻ വൈകിയ നിനക്കെന്താ? ചൂടാവാതെ സാറേ, നല്ലൊരു ദിവസമായിട്ട്. ഇന്ന് സാറിന്റെ പിറന്നാളും മണ്ണാൻ കെട്ടയും എനിക്ക് എന്റെ ശൃംഗാരം ഒന്നും കേൾക്കണ്ട. ഇങ്ങോട്ട് വന്നേ. സുഖേട്ടാ, നിന്റെ അച്ഛന്റെ മുമ്പിൽ വെച്ച്
എന്റെ ഡാഡിയോട് അവൻ എന്താ പറഞ്ഞെന്നറിയോ? അദ്ദേഹത്തിന്റെ സൗകര്യത്തിന് തട്ടിക്കളിക്കാൻ എന്റെ പെങ്ങൾ നിന്ന് കൊടുക്കണമെന്ന്. അവന്റെ ഏതാണ്ട് സങ്കല്പത്തിലുള്ള ഭാര്യ അവൾക്ക് യോഗ്യതയില്ലെന്ന്. അങ്ങനെ ആരെങ്കിലും മൂപ്പിക്കണ്ട. എനിക്കൊരു പാഠം പഠിപ്പിക്കാൻ നോക്കട്ടെ. നീ പോയി കൊച്ചിനെ എടുത്തോണ്ടിറങ്ങിക്കേ. എങ്ങോട്ട്? നിന്നെയും കൊച്ചിനെയും നിന്റെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാ. എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ഇറങ്ങിക്കോട്ടെ. കാർ തിരിച്ചിട്ട് എന്താ മക്കളെ എടുപിടിയെന്ന്? കൊച്ചിനെ കൊണ്ട് കുറച്ചാള് അച്ഛന്റെയും മുത്തശ്ശിയുടെയും കൂടെ നിൽക്കണമെന്ന് ഇവക്ക് നിർബന്ധം. ഭാര്യയുടെ ആഗ്രഹമല്ലേ? ഞാൻ തനിച്ചായാലും വേണ്ടില്ല, കുറച്ചാൾ ഇവിടെ നിൽക്കട്ടെ. മറ്റേ മുത്തശ്ശി എന്താ മോനെ പെട്ടെന്ന് പോണേ? സുഖിട്ട എന്ത് പറ്റി? എല്ലാവരെയും ഒരുമിച്ച് കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവും ഞാൻ കരുതിയില്ല. ഇപ്പൊ സമാധാനമായി. രാഘവേട്ട, അന്ന് രവി സാറുമായിട്ട് പിണങ്ങിപ്പോരുമ്പോ എല്ലാ പ്രാവശ്യത്തെയും പോലെ തിരിച്ചു വരാമെന്ന് കരുതി. പക്ഷെ വഴിയിൽ തളർന്ന് വീണുപോയി. ആരുടെയോ ദൈവം കൊണ്ട് ഇവിടെ വന്ന് പെട്ടു. ചിലപ്പോ ഇവിടെ എരിഞ്ഞു തീരണമെന്നായിരിക്കും എന്റെ വിധി. അധികം സംസാരിക്കണ്ട. ഡിസ്റ്റർബ് ചെയ്യാതെ വേഗം പുറത്തോട്ട് പോയാൽ നല്ലത്. സംസാരിക്കാതിരുന്നാൽ മരിക്കാതിരിക്കുമോ? ഉറപ്പില്ലല്ലോ. എന്നാ സംസാരിച്ചിട്ട് മരിച്ചോളാം. പറയാനുള്ളത് പറഞ്ഞിട്ടാണെങ്കിൽ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടുമല്ലോ. സാറുമാരെ, ഇല്ല, എന്റെ മക്കളെ ഞാനൊന്ന് വിളിച്ചോട്ടെ. ഇണങ്ങിയും പിണങ്ങിയും നമ്മൾ ഒരുമിച്ച് എന്ത് സന്തോഷമായിരുന്നു. ഒരച്ഛനെ പോലെ ഞാൻ നിങ്ങളോട് കഴിഞ്ഞിരുന്നത്. കുറുമ്പ് കാണിക്കുമ്പോ സ്വാതന്ത്ര്യമായി വഴക്ക് പറഞ്ഞിരുന്നത് ഉള്ളിൽ സ്നേഹം ഉണ്ടായിരുന്നുണ്ട. ഇനി ഒന്നിനും എനിക്ക് വയ്യ. സൂസാറെ, അനുസാറെ, ഈ കണ്ണടയും മുമ്പ് എനിക്ക് ഒരപേക്ഷയുണ്ട്. പെണ്ണുങ്ങളെ പേരും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ കടിപിടി കൂടരുത്. ഭാര്യമാരെയും കൂട്ടിക്കൊണ്ട് വന്ന് അവരുമായി സന്തോഷമായിട്ട് കഴിയുന്നത് എനിക്ക് മുകളിലിരുന്ന് കാണണം. അച്ഛനാണ് പറയുന്നെന്ന് കരുതി മക്കൾ അനുസരിക്കില്ലേ? അനുസരിക്കാം. ശരി, അനുസരിക്കാം. നമ്മൾക്കൊരു സംഭ്രമ രവി സാറേ. രാഘവൻ നമ്മൾക്ക് മുൻപിൽ വന്ന് നിൽക്കുന്നത് പോലെ, നമ്മളെ കമ്മത്തി കമ്മത്തി എന്ന് വിളിക്കുന്നത് പോലെ. നോക്കൂ, ഒരു കൂടപ്പുറപ്പിനെ പോലെ നമ്മളെ സ്നേഹിച്ച രാഘവേട്ടന്റെ അവസാനത്തെ ദുഃഖം നിങ്ങളെക്കുറിച്ചായിരുന്നു. ആ ശാസനയും പരിചരണവും ഏറ്റ് ഈ വീട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞിരുന്നവരാ നമ്മൾ. കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിൽ, നിങ്ങളുടെ ബെഡ്റൂമിൽ മാത്രം ഒതുങ്ങേണ്ട കാര്യങ്ങളുടെ പേരിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തകർക്കണം. സുഖം. എനിക്ക് അനിയോട് പിണക്കമൊന്നുമില്ല. അനിയോടുള്ള നിന്റെ അപ്പോഴത്തെ വൈരാഗ്യം അല്ലാതെ നീ എന്റെ ഭാര്യയുടെ ദുഃഖത്തെ കുറിച്ച് ഓർത്തോ? ഇനിയിപ്പം സമയം വൈകിട്ടൊന്നുമില്ല. ദേ, അനിയൂടെ കേൾക്കാനാ ഇനി പറയുന്നത്. ഈ പിണങ്ങി വമ്പ് കാണിച്ച് വീട്ടിലിരിക്കുന്ന നീലിമയുണ്ടല്ലോ, നീ ഒന്ന് വിളിക്കാൻ കാത്തിരിക്കായിരിക്കും ഇറങ്ങിപ്പോരാൻ. എടാ, ഈ പെണ്ണുങ്ങൾക്ക് പിണക്കമെന്ന് പറയുന്ന ഒരു അലങ്കാരമാണ്. അതല്ലേ പിന്നെ എന്തോന്ന് പെണ്ണ്? രണ്ടുപേരും പോയി ഭാര്യമാരെ വിളിച്ചോണ്ട. അല്ല, അത് ഏത്? എനിക്കൊന്നും കേൾക്കണ്ട, എന്നോടൊന്നും പറയും വേണ്ട. എന്റെ സ്വഭാവം അറിഞ്ഞാൽ പറഞ്ഞേക്കാം.
നമുക്കും അത് തന്നെയാണ് പറയാനുള്ളത്. രവി സാർ പറഞ്ഞത് കേട്ടില്ലേ? ഓ, താനൊന്നും പറയണ്ട, അവരുടെ ഇഷ്ടം പോലെ കേട്ടു. വാ. ആ. കാര്യവും കാരണവും ഇനിയും വിസ്തരിച്ചിട്ട് ആവശ്യമില്ല. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതി നമുക്കിതങ്ങ് അവസാനിപ്പിച്ചോളയാം. അവസാനിപ്പിക്കണം പറഞ്ഞ അവസാനിപ്പിക്കണമെന്ന് തന്നെ. ഒരബദ്ധം പറ്റി. അടുത്ത കൂട്ടുകാരനാണെന്ന് വിചാരിച്ച് മറ്റൊന്നും ഓർക്കാതെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. ഇനിയിപ്പോ ആ അബദ്ധം തിരുത്തു തന്നെ. അത്രയല്ലേ പറ്റൂ. കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ദൈവത്തെ ഓർത്ത് ഈ ബന്ധം ഒന്ന് ഒഴിച്ചേർണം. എന്നെ മാത്രം പ്രതിക്കൂട്ടിൽ കയറ്റിക്കൊണ്ട് നിങ്ങൾക്ക് കയറി ഞെളിയാമെന്ന് മിസ്റ്റർ സുഖു. എന്റെ പെങ്ങളെ കണ്ണീരൊടുപ്പിച്ച് വഴിയാധാരമാക്കിയതും പോരാ, പിന്നെ നിന്ന് ന്യായം പറയുന്നു. എന്റെ ജീവിതം കൂടെയാണ് വഴിയാധാരമായത്. പറയുമ്പോ അത് ഓർക്കണം. തന്റെ ജീവിതം പെരുവയിലാങ്കിൽ തന്റെ കൊല്ലുകയുമുണ്ടാ താനെ അനുഭവിച്ചോളൂ. അനാവശ്യം പറയുന്നത് എന്താ ഇത്? നിങ്ങളിങ്ങനെ പറയാൻ ഞാൻ അറിയുമ്പോ സുഖു ക്ഷോഭിക്കുന്ന കുറ്റം പറയും. ആകെയുള്ള ഒരേ ഒരു പെങ്ങള്, അവർക്ക് ഇങ്ങനെ ദുർവിധി വരുമ്പോ ആരായാലും സമാധാനം വെച്ചിപ്പോവും. എനിക്ക് അവളുടെ വേർച്ചയെ കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളൂ. ഞാനെന്താ മനുഷ്യനല്ലേ? എനിക്കേറ്റ മുറിവുകളെ കുറിച്ച് എന്താ ആരും പറയാത്തത്? ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് കൊണ്ടുപോയി സ്ഥലം വിടണം മിസ്റ്റർ. ചേട്ടാ, ഞാനും അനിയും തമ്മിലുള്ളത് ഞങ്ങൾ തീർത്തോളാം. ഞങ്ങളെ പിരിക്കാൻ ആരും ബുദ്ധിമുട്ടുണ്ടോ? ഏറ്റു കലക്കെളിയ ഞാനിപ്പോ വരാം. വേണ്ട, എന്നെ തൊടണ്ട. അരിയും നിന്ന് ആശാരിച്ചേയും കടിച്ചു. പിന്നെ ഈ മുറുമുറുപ്പ് വേണോ നീലിയെ? എന്നെ തല്ലിയപ്പോഴല്ലേ ഞാൻ ഇറങ്ങിപ്പോന്നെ. ഐ എം സോറി. ഇനി എന്നെ തല്ലുമോ? ഒരു സംശയം വേണ്ട. അടങ്ങി ചൊൽപ്പടിക്ക് നിന്നില്ലെങ്കിൽ തല്ലി നിന്നെ ഞാൻ സൂപ്പാക്കും. അപ്പൊ ഇറങ്ങും ഞാൻ ആ പടി. പക്ഷെ പുറകെ വന്ന് വിളിക്കണം. ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ. ഞാൻ വരില്ല. നോക്കു സുജയ്, നീ എന്നോടാണ് ഈ പറയുന്നത് വരില്ലെന്ന്? നിന്റെ സുഖേട്ടനോട്? ഞാൻ വരില്ല സുഖേട്ടാ, വരില്ല. നോക്കു സുജയ്, ഒക്കെ എന്റെ കുറ്റമാണ്. നീ ക്ഷമിക്ക്. സുഖേട്ടന് നിനക്കറിഞ്ഞൂടെ? അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ അതൊക്കെ മറന്നുകളാ. മറക്കാനായിട്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഇല്ലേ സുജയ്? വേഗം പുറപ്പെട്ടെ, കൊച്ചിനെ ഒരുക്ക്. നീ ഇല്ലാത്തതുകൊണ്ട് വീടാകെ കുഴഞ്ഞു പറഞ്ഞു കിടക്കുക. ഞാൻ വരില്ല. സുജയ്, തമാശ പറഞ്ഞേ, വേഗം പുറപ്പെടാൻ. എന്നെ നിർബന്ധിക്കണ്ട, ഞാൻ വരില്ല. വിട്ടിത്തം പ്രയായിരിക്കും സുജയ്. നീ സൂനോടൊപ്പം മര്യാദയ്ക്ക്. ചേട്ടൻ പറയുന്ന അനുസരിക്ക് സുജയ്. എന്താ മോളെ ഇത്? ചിലപ്പോ അനിയേട്ടൻ ഇനിയും സുഖേട്ടന്റെ പെങ്ങളോട് പിണങ്ങും. അപ്പോഴൊക്കെ ഞാനും തിരിച്ചു വരേണ്ടി വരില്ലേ? നിങ്ങൾ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ മാറി വരുന്നതിനനുസരിച്ച് പന്താടാനുള്ളതല്ല ഞങ്ങൾ പെണ്ണുങ്ങളുടെ മനസ്സ്. പേഷ് മോളെ, നന്നായി. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഈ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ വില മനസ്സിലാവില്ല. സുജയ്, ഞാൻ ചെയ്തത് തെറ്റാണ്. ഞാൻ കാരണമാണ് അവനത് ചെയ്തത്. എനിക്ക് വേണ്ടി പറയുന്നത് മനസ്സിലാക്കും സുജയ്. പെട്ടെന്നുള്ള വികാരക്ഷോഭം കൊണ്ട് ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തു. അത് തിരുത്താനാണ് വന്നത്. പ്ലീസ് സുജയ്, പ്ലീസ്. ഞാൻ വരില്ല. സുഖേട്ടനെ മാത്രം മനസ്സിൽ വിചാരിച്ച് സുഖേട്ടന്റെ മോനെ വളർത്തി ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. ഇത്തിരി മുമ്പ് വരെ നീ പറഞ്ഞത് കാര്യമാണ്. അത്രയും ചോണ പെണ്ണുങ്ങൾക്ക് വേണം. പക്ഷേ ഇപ്പൊ നീ പറയുന്നതുണ്ടല്ലോ, അത് അധിപ്രസംഗമാണ്. നിന്റെ മുത്തച്ഛനും ഞാനും എങ്ങനായിരുന്നു? കീരിയും പാമ്പും പോലെ. ഉരുളയ്ക്ക് ഉപ്പേരി മറുപടി പറയും. പക്ഷേ അങ്ങേര് വന്ന് വിളിക്കുമ്പോഴുണ്ടല്ലോ, അതെല്ലാം വിട്ടേച്ച് പൂച്ചയെ പോലെ കുറെ പോവും. അതാ പെണ്ണ്. ചെന്ന് മുഖം കഴുകി അവന്റെ കൂടെ പോ. അവൻ എത്ര നേരമായി എന്നെ നിർബന്ധിക്കണ്ട, ഞാൻ പോവില്ല. അത്ര ധിക്കാരിയായ നിന്റെ കൂടെ എന്നാൽ ഈ കൊച്ചു വളരണ്ട. തള്ള ചത്ത് ചോരമണം മാറാണ്ട് ആളെ കടന്ന് പടച്ച നിന്നെ ഇത്ര എത്തിക്കാമെങ്കിൽ പിന്നെ നിന്റെ കൊച്ചിനെ ഈ കളവി വളർത്തും. നിന്റെ മോശയും മുറുക്കി പിടിച്ചോണ്ട് അവിടെ ഇരുന്നു. പാടാ മോനെ,
അവള് വരുന്നില്ലെങ്കിൽ വേണ്ട, നിന്റെ കൊച്ചിനെ വളർത്താൻ ഞാൻ വരാം. ഇടയ്ക്ക് ഈ മുത്തശ്ശിയുടെ കണ്ണടഞ്ഞ നിന്റെ കൊച്ചിന് അത്രേ വിധിച്ചിട്ടുള്ളെന്ന് കരുതിക്കും. എടാ നീ മോനെ ഇതൊന്ന് തുറക്കും. എടി നീലിമേ ഇങ്ങോട്ട് വന്നു. സുഖേട്ടാ, അല്ല പോവായോ? ഇത്രയൊക്കെ ആ സ്ഥിതിക്ക് ഊണൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് എല്ലാവരും കൂടെ പോയാൽ പോരെ? എപ്പോഴെങ്കിലും ഇയാടെ നാക്കൊന്ന് പൊങ്ങിയല്ലോ. വരും മക്കളെ, വരും വരും. ഞാൻ പറഞ്ഞ അവൾ അനുസരിക്കാതിരിക്കൂ. അവളെ വളർത്തിയതേ ഞാനാ.